ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മളുടെ KTM RC390യുടെ പുതിയ ടയർ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. സോ ആ ടയർ ഏതാണെന്നാണ് ഫസ്റ്റ് നമ്മൾ ഈ വീഡിയോയിൽ പറയുമ്പോൾ. അൺവീൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇത് ബൈക്കിൽ ഫിക്സ് ചെയ്യുകയോ മറ്റു പരിപാടികളൊന്നും ചെയ്യുന്നില്ല. കാര്യം ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇനി ഒരു നെക്സ്റ്റ് ലീവ് ഡേ പ്ലാൻ ചെയ്ത് മാത്രമേ ടയർ റീപ്ലേസ്മെൻറ്റ് നടക്കത്തുള്ളൂ. സോ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. പാക്കിംഗ് ടേപ്പൊക്കെ ചെയ്താണ് നമുക്ക് ഇത് പാക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. പണ്ടൊക്കെ നമുക്ക് ടയർ വരുന്നത് വേറെ ഒരു ടൈപ്പ് മെറ്റീരിയലൊക്കെ ആയിരുന്നു പാക്ക് ചെയ്ത് കിട്ടുന്നത്. സോ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് ഈ ടയർ വാങ്ങിയത്. പുതിയ ടയറാണ്, മാർക്കിംഗ് ഒക്കെ ഉണ്ട്. എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ പഴയ ടയർ കിട്ടുമെന്നോ. ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പ് ടയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും അന്ന് നമുക്ക് പുതിയ ടയറൊക്കെയാണ് കിട്ടിയത്. എന്നാലും ഒരു ചെറിയ ഡൗട്ട്, പക്ഷേ ആ ഡൗട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. പുതിയ ടയർ തന്നെയാണ് വന്നിരിക്കുന്നത്, ഫ്രഷാണ്. ഈ ഒരു പാക്കിംഗ് ടേപ്പ് ഒട്ടിച്ചതിൻ്റെ കുറച്ച് പാടുകൾ ഈ ടയർ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്തിട്ട് ആക്കി നോക്കാം. അത്യാവശ്യം നല്ല പണിയാണ് ഈ ഒരു ടയർ മാസ്കിങ് എല്ലാം മാറ്റുന്നത്. ഫൈനലി നമ്മുടെ ടയർ ഫുള്ള് എൻറാപ്പ് ചെയ്തിരിക്കുന്നതാണ്. സോ അപ്പോൾ ഇതാണ് ടയർ. സോ അവിടെ ആയിട്ടൊക്കെ ഈ ഒരു ടേപ്പിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാം. അതൊരു 2 വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ലിയർ ആകത്തുള്ളൂ. സോ അതൊരു വലിയൊരു അബദ്ധമായിപ്പോയി. ഇങ്ങനൊരു ടേപ്പിൽ ഒട്ടിച്ച് വിട്ട് ആ ടയറിൻ്റെ ഭംഗി കുറച്ച് പോയതായിട്ട്. അപ്പോളോ ആൽഫ H1 ആണ് ടയർ. സോ 150/60 ZR17 ആണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. ZR17 എന്ന് വെച്ചാൽ ഒരു Z റേറ്റിംഗ് ടയറാണ്. ഓവർ 270 km/h ഈ ടയർ സേഫാണ്. സോ നമ്മുടെ ബൈക്ക് എന്തായാലും 270+ ഒന്നും ഓടിക്കാൻ പോകുന്നില്ല, ഓടിക്കാൻ പറ്റത്തുമില്ല. പക്ഷേ കൺസ്ട്രക്ഷൻ ബെറ്ററാണ്, സ്റ്റീൽ ബെൽറ്റഡ് ആണ്, സ്റ്റീൽ ബെൽറ്റഡ് റേഡിയലാണിത്. സോ അതുകൊണ്ട് അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ഈ ഒരു ടയറിൻ്റെ കൺസ്ട്രക്ഷൻ സേഫ്റ്റി, അതുപോലെ തന്നെ അതിൻ്റെ ആ സ്ട്രെങ്ത് എല്ലാം ബെറ്ററാണ് H റേറ്റഡ് ടയറിനെ അപേക്ഷിച്ചിട്ട്. കിട്ടിയിരിക്കുന്ന ടയർ 3923 ആണ്. സോ 2023 ടയറാണ്. കുറച്ച് ഒരു ചെറിയ പഴക്കം ആണ് ഇവർ തന്നിരിക്കുന്ന ടയറിനുള്ളത്. സോ 24 ടയർ നമുക്ക് കിട്ടിയില്ല. നേരിട്ട് വാങ്ങിക്കുമായിരുന്നെങ്കിൽ 24 നോക്കി വാങ്ങിക്കാമായിരുന്നു. നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചതുകൊണ്ട് 23 ടയറാണ് കിട്ടിയിരിക്കുന്നത്. സോ 23 ടയർ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു വർഷം പഴക്കമുള്ള ടയർ എന്ന് വെച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉള്ള കാര്യമല്ല. പക്ഷേ അപ്പോളോ ഇന്ത്യൻ മെയ്ഡാണ്. 24 ടയർ തന്നെ നമുക്ക് കിട്ടണമായിരുന്നു എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഇതിനിപ്പോൾ ഞാൻ റിട്ടേൺ അയക്കാനോ മറ്റ് കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ അപ്പോളോയിലോട്ട് പോയി എന്ന് ചോദിച്ചാലുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അവൈലബിലിറ്റിയാണ്. ഈസി ആയിട്ട് അവൈലബിൾ ആണ് അപ്പോളോ ടയർ. സോ മോസ്റ്റ്ലി നമ്മളുടെ ഇരിക്കുന്ന നമ്മുടെ ബൈക്കുകളിലും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ബൈക്കുകളിലും ഒക്കെ അപ്പോളോ ആൽഫ H1 ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല ഗ്രിപ്പി ആയിട്ടുള്ള, ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു വാല്യൂ ഫോർ മണി എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ടയറാണ് അപ്പോളോ ആൽഫ H1. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നൊരു ടയറുമാണ്. സോ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രിപ്പ് ലോ ആണ് എന്നല്ല അതിനർത്ഥം. അത്യാവശ്യം നല്ല ഒരു ഫീലും ക്വാളിറ്റിയും ഒക്കെ ഉള്ള ഒരു ടയറാണ്. പിന്നെ കമ്പയർ ചെയ്തപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 2-3-4 ബ്രാൻഡുകളായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഫ്രണ്ട്ലിയാണ് പ്രൈസിൽ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മെയിനായിട്ട് അവൈലബിലിറ്റി ഈ ഒരു ടയറിനായിരുന്നു ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു ടയറിലോട്ട് പോയത്. സോ നല്ലൊരു ഡീലാണ് എനിക്ക് ആമസോണിൽ നിന്ന് കിട്ടിയത്, ഷോപ്പിനെ അപേക്ഷിച്ചിട്ട്. സോ അതുകൊണ്ട് ഞാൻ ആമസോണിൽ പോയി. പക്ഷേ എനിക്ക് അതിനകത്തുള്ള ഒരു മേജർ ഡ്രോബാക്ക് ഇപ്പോൾ പറയാനുള്ളത് നിങ്ങളോട് എല്ലാവരോടും, 2023 ടയറാണ് എനിക്ക് ഇവർ തന്നിരിക്കുന്നത്. സോ അത് ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. കാര്യം 2024 ഒരു ഹാഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അറ്റ്ലീസ്റ്റ് ഒരു 24 ടയർ ഫസ്റ്റ് വീക്ക് ഓർ സെക്കൻഡ് ആ ഒരു വീക്കുകളിലെങ്കിലും ഉള്ള ഒരു ടയർ എനിക്ക് കിട്ടേണ്ടതായിരുന്നു എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതെന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്തു. അതുകൊണ്ട് ഓൺലൈൻ ടയർ വാങ്ങിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. കാര്യം 24 ടയർ തന്നെ കിട്ടണമെന്ന് യാതൊരു ഉറപ്പുമില്ല. സോ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ റിട്ടേൺ ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു പ്രോസസ്സിനോ അതിനുള്ള ഒരു സമയമോ എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു പരിപാടിയിലേക്കും പോകുന്നില്ല. സോ ഈ ഒരു ടയർ എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് വീക്കിലോ വരുന്ന ഒരു ലീവ് പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് വേണം ബൈക്ക് കൊണ്ടുപോയി ടയറും കാര്യങ്ങളും എല്ലാം റീപ്ലേസ് ചെയ്യാൻ. സോ ബൈക്കിൻ്റെ ഫ്രണ്ട് ടയർ കൂടെ മേ ബി ഒരു 2000 കിലോമീറ്ററിനുള്ളിലായിട്ട് മാറേണ്ടതായിട്ട് വരും. 2000 to 3000 മാക്സിമം പോയാൽ ഉള്ളൂ. സോ അപ്പോൾ അതും അപ്പോളോയുടെ തന്നെ പുതിയ
ഒരു ടയറിലേക്ക് തന്നെയാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. സെയിം ടയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടയർ തന്നെയാണ് ഫ്രണ്ടിൽ നമ്മൾ അപ്പോൾ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. മറ്റ് ബ്രാൻഡുകളിലോട്ട് എന്തായാലും പോകാൻ പറ്റത്തില്ല, കാര്യം നമ്മൾ ഈ ഒരു ടയർ സെലക്ട് ചെയ്തു. അതും ഈസി ആയിട്ട് അവൈലബിൾ ആകും. മേ ബി അത് ഷോപ്പിൽ നിന്നാകാം വാങ്ങുന്നത്. സോ അത് നേരത്തെ ആ ഒരു ഡീലിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് വാങ്ങാമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് നമുക്ക് അവരുടെ സൈറ്റിൽ നിന്ന് ഈസി ആയിട്ട് കണ്ടറിയാം. സോ അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 0 ഡിഗ്രി സ്റ്റീൽ ബെൽറ്റ് എന്നാണ്. അതിൽ അറസ്റ്റസ് ഡൈനാമിക് ഗ്രോത്ത് ആൻഡ് എക്സലൻറ്റ് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി വയ മിനിമൽ സ്ട്രക്ചറൽ ഡിഫോർമേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുപോലെ തന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് പ്രീമിയം കോമ്പൗണ്ട് വിത്ത് എ സ്മാർട്ട് ബ്ലെൻഡ് OS സിലിക്ക ആൻഡ് കാർബൺ ബ്ലാക്ക്. സോ എക്സ്ട്രീം കെമിക്കൽ ഗ്രിപ്പ് ഓൺ വെറ്റ് ആൻഡ് ഡ്രൈ സർഫേസിൽ ഈ ഒരു ടയറിന് അവർ അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു മൈലേജ്, നല്ലൊരു ബെറ്റർ മൈലേജ് ഈ ഒരു ടയറിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് അവർ പറയുന്നുണ്ട്. ഡ്യുവൽ റാഡി ക്യാവിറ്റി പ്രൊഫൈൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വിക്ക് ടു അച്ചീവ് ലീൻ ആംഗിൾസ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് സ്പോട്ട് ഹാൻഡ്ലിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടയറിൽ ഇവർ പെർഫോമൻസിൽ അവകാശപ്പെടുന്നത്. നമുക്ക് ഓൺലൈൻ വാങ്ങുന്നതാണോ അതോ ഓഫ്ലൈൻ വാങ്ങുന്നതാണോ, നേരിട്ട് ഷോപ്പിൽ പോയി വാങ്ങുന്നതാണോ ബെസ്റ്റ് എന്ന ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ മിക്സഡ് ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. സോ നിങ്ങൾക്ക് ഒരു പുതിയ ടയർ 24 ടയർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഷോപ്പിൽ തന്നെ മസ്റ്റായിട്ടും പോയി വാങ്ങേണ്ടതാണ്. കാര്യം ഇതൊരു 23 ടയറാണ് നമ്മൾക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നത്. സോ അതൊരു ചെറിയൊരു നെഗറ്റീവ് സൈഡ് തന്നെയാണ്, ചെറുതല്ല, എനിക്കൊരു നെഗറ്റീവ് സൈഡായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്കൊരു തിരിച്ച് റിട്ടേൺ അയക്കുന്നതിനുള്ളൊരു മനസ്സോ അതിനുള്ളൊരു സമയമോ ഇല്ല. സോ അതുകൊണ്ട് 23 ടയർ പഴക്കമുള്ള ഒരു ടയറല്ല, 5 വർഷം വരെ നമുക്കൊരു ടയർ നമുക്ക് യൂസ് ചെയ്യാം. സോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ടയറിലേക്ക് പോകാമെന്നേ ഞാൻ കരുതുന്നുള്ളൂ. സോ അങ്ങനെ നോക്കുമ്പോൾ 24 ടയർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഷോപ്പിൽ അല്ലെന്നുണ്ടെങ്കിൽ അപ്പോളോയുടെ ഒരു ഓതറൈസ്ഡ് ഡീലർഷിപ്പിൽ തന്നെ പോയി ടയർ വാങ്ങിക്കുക. ഇപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ടയർ എല്ലായിടത്തും അവൈലബിൾ ആണ്. പിന്നെ ഉള്ള ഒരു ഗുണം, ഓഫ്ലൈനിൽ വാങ്ങുന്നതിൽ ഒരു ഗുണം ഓൺലൈൻ വാങ്ങുമ്പോൾ നമുക്കിതിൻ്റെ ഒരു പ്രൈസ് ഡിഫറൻസ് ആണ്. സോ ഇതിൻ്റെ സൈറ്റിൽ നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ പ്രൈസ് കൊടുത്തിരിക്കുന്നത് 6420 രൂപയാണ് MRP പറഞ്ഞിരിക്കുന്നത് അപ്പോളോ സൈറ്റിൽ. സോ അത് ഷോപ്പിനെ വെച്ച് വേരിയേഷൻ കാണിക്കും. 6200 ഒക്കെയാണ് ഞാനിത് ഷോപ്പിൽ അന്വേഷിച്ചപ്പോൾ കേട്ടിരിക്കുന്ന പ്രൈസ്. സോ അപ്പോൾ നമുക്ക് ഓൺലൈനിൽ ഒരു ഗുഡ് ഡീലാണ് കിട്ടിയിരിക്കുന്നത്. 5380 രൂപ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 5300 രൂപയ്ക്കാണ് നമുക്കിത് ഓൺലൈനിൽ നിന്ന് ടയർ കിട്ടിയത്, ടയർ പ്രൈസ് മാത്രം. സോ ഓൾമോസ്റ്റ് ഒരു 1040 റുപ്പീസ് ഡിസ്കൗണ്ട് ഈ ഒരു ടയറിൽ മാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതെനിക്കൊരു നല്ലൊരു ഡീലായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാനിതൊരു ഓൺലൈൻ പർച്ചേസ് ചെയ്തത്. സോ അത് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിരിക്കും ബെറ്റർ. ഇല്ല ടയർ കറക്റ്റായിട്ട് തന്നെ ആ ഇയർ 24 തന്നെ വേണം എന്ന ഒരു പ്ലാനിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓൺലൈനിലേക്ക് പോകാതിരിക്കുക. ഒരു നല്ലൊരു സ്റ്റോർ തപ്പിയെടുത്ത് അവിടെ നിന്ന് തന്നെ ടയർ വാങ്ങിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ ഒരു ഓപ്ഷൻ. ടയറിൽ ഡാമേജസോ ക്രാക്കുകളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ല. സോ ഓൺലൈൻ വാങ്ങിയതുകൊണ്ട് അങ്ങനെയുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. സോ ഒരു 24 ടയർ ആകണം എന്നായിരുന്നു എൻ്റെ ഒരു ആവശ്യം. പക്ഷേ അത് എന്തായാലും ഈ ഒരു ഓൺലൈൻ പർച്ചേസിൽ നടന്നില്ല. സോ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ച് ഓൺലൈനിലോട്ട് പോവുക, ഓൺലൈൻ ടയറിലേക്ക് പോവുക. അപ്പോൾ ടയറിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ടയർ തന്നെ നമ്മുടെ KTM RC3 നമ്മൾ ഫിക്സ് ചെയ്യാൻ ഉള്ള പ്ലാൻ തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളുടെ KTM ഈ ഒരു ടയർ ഇൻസ്റ്റാളേഷൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ അതുവരെ സി യു, ടേക്ക് കെയർ, ബൈ ബൈ.